ഒരുപാട് തവണ നമ്മളെല്ലാവരും ഈ സിത്താരയിൽ വന്നതാണ്. MT അധികം സംസാരിക്കില്ലെങ്കിലും MTയുടെ ഓരോ ചലനവും നമുക്കൊരു സന്ദേശമായിരുന്നു. എല്ലാവരും അവരുടെ സാമൂഹിക പ്രവർത്തകരായിക്കൊള്ളട്ടെ, മാധ്യമ പ്രവർത്തകരായിക്കൊള്ളട്ടെ, എല്ലാവരും ഇടയ്ക്കിടെ വരുന്ന ഒരു ഇടമാണ്. ഇന്ന് നമ്മൾ ഒരു വല്ലാത്ത പ്രയാസത്തിലാണ് സിത്താരയുടെ മുന്നിൽ നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ തീർച്ചയായും ഒരു മനുഷ്യൻ്റെ നന്മയും തിന്മയും ഒരുമിച്ച് കാണിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ എഴുത്തിലെയും ഓരോ കഥാപാത്രങ്ങളും അതിൽ നായകനുമുണ്ട്, വില്ലനുമുണ്ട്, നായികയുമുണ്ട്, എല്ലാമുണ്ട്. ഒരു മനുഷ്യൻ തന്നെ, മനുഷ്യൻ്റെ വിവിധ ഭാവങ്ങൾ, മനുഷ്യൻ്റെ വിവിധ രീതികൾ അദ്ദേഹം ലോകത്തിന് പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. സാധാരണ മനുഷ്യരുടെ പ്രയാസങ്ങളെ ശരിയായ അർത്ഥത്തിൽ തീർച്ചയായും MTയുടെ കഥാലോകത്ത്, കഥാപാത്ര പ്രപഞ്ചത്തിൽ മുഴുവൻ മനുഷ്യരായിരുന്നു. ഏത് മനുഷ്യനും മറ്റൊരു മനുഷ്യനെ താതാത്മ്യപ്പെടാൻ കഴിയുന്ന വിധത്തിൽ, ഇത് ഞാനല്ലേ എന്ന് തോന്നുന്ന വിധത്തിലുള്ള ആ തരത്തിലുള്ള ഒരു ഇൻറ്റിമസി മലയാളത്തിലെ എഴുത്തുകാരെ സംബന്ധിച്ച്. മലയാളത്തിൽ വലിയ എഴുത്തുകാരുണ്ടായിട്ടുണ്ട്, പക്ഷേ അനുവാചകൻ ഇത്രയും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള, ഇത്രയും ഇൻറ്റിമസി തോന്നിയിട്ടുള്ള മറ്റൊരു എഴുത്തുകാരൻ ഉണ്ടായിട്ടില്ല എന്ന് ഇന്നലെ PK രാജശേഖരൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ഇപ്പോൾ